വിളമ്പുന്നവർക്കറിയില്ല ഇത് ആർക്കുള്ളതാണെന്ന്, കഴിക്കുന്നവനും അറിയില്ല ഇത് ആരുടെ സ്നേഹമാണെന്ന്. പിന്നെ എന്ത് രാഷ്ട്രീയം? കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഉച്ചയാകുന്നതിനു മുൻപേ മുടങ്ങാതെ അവർ എത്തി തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. മനമുരുകുന്നവരുടെ വയറെരിയാതിരിക്കാൻ ഹൃദയപൂർവ്വം പൊതിച്ചോറുമായി. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ വർഷങ്ങളായി മുടങ്ങാതെ നടന്നു പോരുന്ന പൊതിച്ചോറ് വിതരണ പദ്ധതിക്കെതിരെ ഉയരുന്ന നീക്കങ്ങളിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ആശുപത്രികളിൽ സന്നദ്ധ സംഘടനകൾ വഴിയുള്ള ഭക്ഷണ വിതരണം ഒഴിവാക്കി കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം മാത്രം നടപ്പിലാക്കണമെന്ന നിർദ്ദേശമാണ് നിലവിൽ പുതിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നത്. നിർധനരായ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും വലിയ ആശ്വാസമായിരുന്ന ഉച്ചഭക്ഷണ വിതരണം നിർത്തലാക്കുന്നതിനെതിരെ വൻ ജനരോഷമാണ് ഉയരുന്നത്. വർഷങ്ങളായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ പ്രധാന മെഡിക്കൽ കോളേജുകളിൽ പ്രതിദിനം 10,000-കണക്കിന് പൊതിച്ചോറുകൾ വിതരണം ചെയ്തു വന്നത്. ഓരോ വീടുകളിൽ നിന്നും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സമാഹരിക്കുന്ന ഭക്ഷണപ്പൊതികളാണ് രോഗികളിലേക്ക് എത്തിയത്. സ്വന്തം വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്ക് കണ്ടിട്ട് പോലുമില്ലാത്ത അപരിചിതരായ മനുഷ്യരുടെ വിശപ്പടക്കാൻ മാറ്റിവെക്കുന്ന വൻ ജനകീയ പങ്കാളിത്തമുള്ള പദ്ധതിയായാണ് ഇത് വിലയിരുത്തപ്പെട്ടത്. പൊതിച്ചോർ ചിലർക്ക് കുട്ടിക്കാലത്തെ ഓർമ്മയാണ്. എന്നാൽ ആശുപത്രി വരാന്തയിലെ മനുഷ്യർക്ക് അതൊരു പ്രതീക്ഷയാണ്. തന്റെയും രോഗിയുടെയും വിശപ്പടക്കാൻ പൊതിച്ചോർ എത്തുമെന്ന പ്രതീക്ഷ. ഭക്ഷണ വിതരണത്തിൽ രാഷ്ട്രീയം കലർത്തുന്നുവെന്ന് ആരോപിച്ചാണ് നിലവിലെ മാറ്റങ്ങൾക്ക് തുടക്കമാവുന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനമോ രാഷ്ട്രീയ പ്രാതിനിധ്യമോ ഇല്ലാതെ കൃത്യമായി നടന്നു പോന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തെ ഇല്ലാതാക്കാനാണ് ഇത്തരം നീക്കങ്ങളെന്നാണ് വിമർശകർ പറയുന്നത്. പൊതിച്ചോറ് വിതരണം പെട്ടെന്ന് നിർത്തിവെക്കുമ്പോൾ അതിന് പകരമായി എല്ലാവരുടെയും വിശപ്പടക്കാൻ തക്കവണ്ണം കൃത്യമായ ബദൽ സംവിധാനം ഉറപ്പാക്കാൻ സാധിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അർഹരായ പാവപ്പെട്ട മനുഷ്യരുടെ അന്നം മുടക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും അധികൃതർ പിന്മാറണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. വിശപ്പടക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. എന്നാൽ പൊതിച്ചോറിലൂടെ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുമ്പോൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഭക്ഷണത്തിൽ മായം കലർത്താത്തതുപോലെ ഇതിലൊരു അംശം രാഷ്ട്രീയവും കലരുന്നില്ല എന്നത്. പൊതിച്ചോറ് വാങ്ങുന്ന ഓരോ മനുഷ്യനും അത് ഉള്ളറിഞ്ഞ് കഴിക്കുന്നുണ്ടെങ്കിൽ ഓരോ മണി ചോറിലുമുള്ളത് അമ്മമാരുടെയും സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും സ്നേഹം മാത്രമാണ്. നെറ്റിയിലെ ചന്ദനമോ തലയിലെ തൊപ്പിയോ നോക്കിയല്ല പൊതിച്ചോറ് നീട്ടുന്നത്. എന്നിട്ടും എന്തിനാണ് നിങ്ങൾ അന്നത്തിലേക്ക് മണ്ണ് വാരിയിടുന്നത്? വയറ്റിലെ പട്ടിണിയെ ഒരിക്കൽ കൂടി ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇതിന് ഉത്തരമില്ലെങ്കിൽ ഒന്നേ പറയാനുള്ളൂ: പാവങ്ങളുടെ അന്നം മുടക്കരുത്.